നമസ്കാരം. കൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. പല പ്രാവശ്യം എന്നോട് നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞിട്ട്, ദിനേശേ, അതിവിനയം കാണിക്കുന്ന ഒരാളെയും ദിനേശ് ജീവിതത്തിൽ വിശ്വസിക്കരുത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കാരണം ഈ അതിവിനയം കാണിക്കുന്നവൻ പച്ച കള്ളനായിരിക്കും. കള്ളമേ ജീവിതത്തിൽ കാണിക്കും. അത് അങ്ങനെയുള്ളവനാണ് ഈ അതിവിനയം കാണിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ നടൻ ജയറാമിന്റെ കാര്യം തന്നെ എടുക്കാം. ശുക്രിയ, എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അയാളെ നമുക്ക് അതിവിനയത്തോടെ അല്ലാതെ മമ്മൂട്ടിയെ പോലെയോ പ്രണവ് മോഹൻലാലിനെ പോലെയോ നമുക്ക് കാണാനേ കഴിയില്ല. ഇവരുടെ ഒന്നും മുഖത്ത് വിനയമില്ലല്ലോ. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേട്ട എളിമേട്ടാന്നാ വിളിക്കണേ. ക്യാമറയ്ക്ക് മുന്നിലല്ല, സ്വന്തം ജീവിതത്തിലാണ് ഈ നടന്റെ യഥാർത്ഥ അഭിനയം നടക്കുക. കാണുന്നവർക്ക് തോന്നും, ഷോ എന്തൊരു നിഷ്കളങ്കനായ മനുഷ്യൻ. ഒരു യൂട്യൂബർ പറയുന്നത് 2 രൂപയുടെ എളിമ ഇടേണ്ടിടത്ത് 2000 രൂപയുടെ എളിമ ഇട്ടുകളയും ജയറാം എന്നാണ്. 100% നല്ല നിരീക്ഷണമാണ്. 2 രൂപയുടെ എളിമ ഇട്ടാൽ മതി ഇങ്ങനെ. പക്ഷെ 2000 രൂപയ്ക്ക് ഇട്ടുകളയും ജയറാം എന്നാണ് പറയുന്നത്. അമ്മ വന്ന് കുംഭകോണം, അപ്പ വന്ന് പാലക്കാട്. അന്ത കാലത്ത് പാലക്കാട് തമിഴ്നാട്, നാം വന്ന് പെരുമ്പാവൂർ, കുളന്തകൾ ചെന്നൈ, പൊണ്ടാട്ടി നായർ. റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീ. ഹലോ ഷിരുലൂലു. മലയാളവും കമ്പട്ട്, തമിഴും കമ്പട്ട്, തമിഴും മലയാളവും ഒന്ന് മതിർത്താ. ഒന്ന് ഫസ്റ്റ്, ഒന്ന് സെക്കൻഡ്, അന്ത മതിരി ഇല്ലേ. പക്ഷെ ഞാൻ ജനിച്ചത്, വളർന്നത്, പഠിച്ചത്, പേരുണ്ടാക്കിയത്, സിനിമയിൽ കയറിയത് എല്ലാം മലയാളത്തിലാണ്. അതിനാണല്ലോ തമിഴിൽ പോയി പൊട്ട വേഷങ്ങൾ ചെയ്യുന്നത്. രാംരാജിന്റെ പരസ്യം നമ്മൾ മറക്കാറായിട്ടില്ല. എന്റെ നാടിന്റെ താളത്തിൽ അഭിമാനമുണ്ട്, എന്റെ നാടിന്റെ സംസ്കാരത്തിൽ അഭിമാനമുണ്ട്, എന്റെ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. പരസ്യത്തിൽ തള്ളോട് തള്ളായിരുന്നു, അഭിമാനമുണ്ട്. ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി, കാവാലം ജെട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. സ്വന്തമായിട്ടൊരു ജെട്ടി, ഏറെ നാളായി കൊതിച്ചോരെ സ്വന്തമായിട്ടിരിക്കട്ടെ കാവാലം ജെട്ടി. ഇവിടെ വന്ന് ചെണ്ട കൊട്ടും, തമിഴ്നാട്ടിൽ ചെന്ന് ഓട്ടി. തമിഴന്റെ ക്യാമറ കണ്ടാൽ തമിഴൻ, മലയാള ക്യാമറ കണ്ടാൽ മലയാളമുണ്ട് ആകും. കെട്ടിയോൻ പറയുന്ന പോലെ പൊണ്ടാട്ടി പറയില്ല, പാർവതി പറയോ ഞാൻ തമിഴത്തിയാണ്. എനിക്ക് ഉള്ള പറയും, ഞാൻ തിരുവല്ലക്കാരി നല്ല കുറുപ്പാണെന്നല്ലേ പറയും. നക്കാവിച്ച വേഷങ്ങൾക്കായുള്ള ഗിമ്മിക്സ് ആണ് ഇത് എന്ന് ഞാൻ പറയും. ഇപ്പൊ തന്നെ നമ്മുടെ നടൻ ശ്രീനിവാസൻ മരിച്ചു. രോഗഗ്രസ്തനായി എത്രയോ നാൾ ആശുപത്രിയിലും വീട്ടിലുമായി അദ്ദേഹം കഴിഞ്ഞു. തിരിഞ്ഞു നോക്കിയോ ഈ മഹാൻ? എത്ര നല്ല തിരക്കഥകളിൽ ഇദ്ദേഹത്തിന് വേഷം കൊടുത്തു. നോക്കില്ല, എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. ശ്രീനിവാസൻ മരിച്ചപ്പോൾ പറയാണ്, എനിക്ക് അന്ന് നിർത്തിപ്പോരാൻ പറ്റാത്ത ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. എടാ, സ്വന്തം വീട്ടുകാരെങ്കിലും മരിക്കുമ്പോൾ ഷൂട്ടിംഗ് ഉണ്ടെന്ന് കൊണ്ട് പോകാതിരിക്കരുത്. ജോഷി സാർ സംവിധാനം ചെയ്ത അമ്മ നിർമ്മിച്ച 2020 സിനിമയിലെ ക്ലൈമാക്സിൽ, ആ ക്ലൈമാക്സ് നിങ്ങൾക്ക് എല്ലാം ഓർമ്മ കാണുമെന്നാണ് എന്റെ വിശ്വാസം. கடைசி ஷாட்ல இப்படி இருக்கணும். ஓகே, இதுல வந்து ஒரு படம் என்ன ஒரு வாட்டி கூட பாருங்க. கடைசியில வந்து இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். അതിന്റെ പോസ്റ്ററിൽ 5 പേര് നിരന്ന് നടന്നു വരുന്നതാണല്ലോ പോസ്റ്റർ. പക്ഷെ സിനിമ നമ്മൾ കണ്ടോണ്ടിരുന്നാൽ അതിൽ ജയറാമില്ല അങ്ങനെ നടന്നു വരുന്നില്ല. ഇക്കാരണം ചോദിക്കുമ്പോൾ ഒരു ഉളുപ്പില്ലാതെ ജയറാം ഒഴിയുന്നത് വിഷുവിന് വീട്ടിൽ പോകണം. അപ്പൊ ജോഷി സാർ പറഞ്ഞത്ര 2 നാൾ കൂടി നീ ഇവിടെ നില്ലെന്ന്. നീ നിന്നാൽ നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന 2-3 ഷോട്ട് എടുത്തിട്ട് വിടാം എന്ന് പറഞ്ഞു. പക്ഷെ ജോഷി സാറിനോട് പറഞ്ഞത് പറ്റില്ല. ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. എനിക്ക് വിഷുവിന് വീട്ടിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പോയി എന്നാണ് ഇദ്ദേഹം ഒരു ക്യാമറയിൽ പറഞ്ഞത്. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. മറ്റൊരു ക്യാമറ കാണുമ്പോൾ എനിക്കന്ന് ശബരിമലയിൽ എത്തണം. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളെ എന്റെ പൂജയെല്ലാം തീരുമാനം പിന്നെ എന്റെയാണ് എടുക്കേണ്ടത്. 2020 ക്ലൈമാക്സ് ആണോ ശബരിമലയാണോ മുഖ്യം? എനിക്ക് ശബരിമലയാണ് മുഖ്യം. ഞാനങ്ങ് പോയി. മറ്റേ ആ സ്വർണ്ണ വാതിലൊക്കെ മോഷിച്ചൊരു കള്ളുണ്ടല്ലോ, അയാളാണല്ലോ കൂട്ടുകാരൻ, അതുകൊണ്ട് പോയതായിരിക്കും. മൂന്നാമതൊരു ക്യാമറ വന്നപ്പോ ക്ലൈമാക്സ് എടുക്കണമോ ഓണത്തിന് വീട്ടുകാരോടൊപ്പം ഉണ്ണണോ എന്ന് ചോദിച്ചു. എനിക്ക് വീട്ടുകാരോടൊപ്പം ഉണ്ടാ മതി എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. കല്യാണ വീട്ടിൽ പോയാൽ കല്യാണ ചെറുക്കനാവണം, മരണ വീട്ടിൽ പോയാൽ പെട്ടിക്കകത്ത് കിടക്കണം. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. അപ്പോഴാണ് ഒരു തമിഴ് ക്യാമറയായിട്ട് വന്നത്. ഇതേ ചോദ്യം തമിഴ് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം கரெக்டா தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்ல உனக்கு தீபாவளி பெருசா, கடைசியில எல்லாரும் 5 പേര് നടന്നു വരുന്നത് പെരുസാ? ദീപാവലിക്ക് ഫാമിലിയോടൊപ്പം കൂടണോ 5 പേര് നടന്നു വരുന്ന ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ദീപാവലി താ മുഖ്യം. അതുകൊണ്ട് ഞാൻ ചെന്നൈക്ക് പോയി. എടാ, വാക്കിന് എന്തെങ്കിലും ഒരു സ്ഥിരത വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് കാണുന്നവർ പുച്ഛിക്കുമെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോ? പക്ഷെ ഓരോ ക്യാമറ കാണുമ്പോൾ ഓരോ രീതിയിൽ പറയുമ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ കാണുന്ന ജനം എന്നെ പുച്ഛിക്കും. നാക്കെടുത്ത് വളച്ചാൽ കള്ളമേ പറയൂ, പൊങ്ങച്ചമേ പറയൂ എന്ന് ചിന്തിക്കില്ലേ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നടനാണ് ജയറാം. പറയുന്ന നിനക്കില്ലെങ്കിലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചടുപ്പ്.